നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. സമയത്തിനാമോ സമയം 5:50, 6 മണിയായി. നല്ല അടിപൊളി ഉറക്ക്. ആടെ എല്ലാം ടെൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമ്മളെ ടെൻ്റ് നോക്കി ആടിയിട്ട് വണ്ടി ആടിയിട്ട് തണുക്കത്ത്. അന്നൊക്കെ ഫുള്ള് മരുഭൂമിയാണ് കേട്ടാ, ഒന്നുമില്ല. സൂര്യൻ അങ്ങനെ ചോപ്പായിട്ട് കുതിച്ച് വരുന്നത്രേ. അവിടെ ഒരു കേരവാന് വണ്ടിയും ടെൻ്റെല്ലാം ഉണ്ട്. അവിടെ കാണുന്നുണ്ട്. അത്ര ചായ ഉണ്ടാക്കട്ടെ, സ്റ്റവ് എടുക്കട്ടെ. പൊറോട്ട കഴിക്കാൻ കഴിയില്ല രാവിലെ തന്നെ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ ആയിട്ട് പെട്ടെന്നാവുന്നതായിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ചായ തിളച്ച് വരുന്നുണ്ട്. കറക്റ്റ് ചായ പഞ്ചസാര എടുത്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സറുണ്ട്. ചായ പെട്ടെന്ന് തണിന്നേട്ടാ. ഉള്ളിലൊക്കെ തണുപ്പായോണ്ടാന്നറിയില്ല. അല്ല, ഉള്ളിൽ വെച്ചാൽ മറിഞ്ഞു പോവാ. പെട്ടെന്ന് തണിഞ്ഞു പോയി. ഓക്കെ, കുറച്ചും കൂടി ചൂടാക്കിയാലോ. ചൂടാക്കാം. മിക്സറുണ്ട്, ചായ ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണിയായി. എന്നാലും നമുക്ക് ടെൻ്റെല്ലാം മടക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്കെല്ലാം പോവാം. നോക്കാം നമുക്ക് ആടുജീവിതമെല്ലാം കിട്ടുമോ. അങ്ങോട്ടെല്ലാം കുറേ ഒട്ടകോ ഇതെല്ലാം ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. സംഭവം മടക്കൽ സിമ്പിളാണ്, പക്ഷേങ്കിൽ ഇങ്ങനെയൊന്നല്ല മടക്കേണ്ടത്. തൽക്കാലം ഇങ്ങനെ ഇട്ടിട്ട് മടക്കേണ്ടത് ഇങ്ങനെയല്ല. കൊള്ളി മടക്കേണ്ടത് ഇങ്ങനെയാണ്, പക്ഷേങ്കിൽ ഇതിൻ്റെ കവറ് ക്ലിയറായിട്ട് സെറ്റാകാനുണ്ട്. തൽക്കാലം നമ്മൾ റൂമിലേക്ക് വരല്ലേ ഇങ്ങനെ ഇട്ടിട്ട്. ഏതായാലും വന്നതല്ലേ, ഇവിടുത്തെ ബീച്ചിലൊന്ന് ഇറങ്ങി നോക്കാം. വെള്ളത്തിനെങ്ങനെ തണുപ്പുണ്ടോ? വെള്ളത്തിന് തണുപ്പുണ്ട് കേട്ടോ നല്ല. അപ്പം ഞാൻ കുറേ കടലിൻ്റെ നടുക്കോട്ട് വന്ന് എൻ്റെ വണ്ടി നോക്കി അങ്ങ് ആടെ കിടക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞില്ല, ഇത് ഉൾക്കടലായതുകൊണ്ട് ആഴമില്ല ഇങ്ങോട്ട്, അങ്ങനെ കയ്യിലാണ് കേട്ടോ. ഇങ്ങോട്ട് കുറേ നടന്ന് വന്നു. ചെറിയ ആഴേ ഉള്ളൂ. എൻ്റെ മുട്ടിൻ്റെ അത്ര വരെ എത്തിയില്ല. നോക്കിയേ, മുട്ടിൻ്റെ അത്ര വരെ എത്തിയില്ല. ഇനി ഫ്രണ്ടിലോട്ട് ഇനി ആഴമുണ്ട് കേട്ടോ. അതാ ഈടുന്ന് ഈ കളറ് മാറ്റം കണ്ട. ഈടത്തം വരെ ഒരു കളറ് മാറ്റമായിരുന്നു. ആടെ അങ്ങോട്ട് ആഴം ഉണ്ടാവും. ആ കളറ് മാറ്റം ശ്രദ്ധിച്ചോ. അത് ആഴമുള്ള സ്ഥലമാണ്. അവിടെ കുറച്ച് ആഴം ഉണ്ടാവും. അങ്ങോട്ടങ്ങോട്ട് പിന്നെ കുറച്ച് ആഴം ഉണ്ടാവും. കടൽക്കാക്കകൾ കുറേ എണ്ണം അങ്ങോട്ട് പോയി കേട്ടോ. ഇവിടെ മീനുണ്ട് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ ഒച്ചപ്പാടാക്കിയിട്ട് കൊത്തിയെടുക്കുന്നുണ്ട്. അതിന് മത്സ്യം ഉണ്ടാവും. ഞണ്ടിനൊന്നും കാണുന്നില്ല ഇവിടെ കേട്ടോ.
ഇങ്ങോട്ട് കുറച്ച് ചൂടാണ് വെള്ളത്തിന്. ആ കരക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ലൊരു രസമുണ്ട്. ഫുൾ കല്ലാണ് കേട്ടോ അടിയിൽ. ഇതൊക്കെ ഫുൾ അടിയിൽ കല്ലാന്നുള്ളത്. ഒരു കല്ല് നമുക്ക് ഇളക്കി മാറ്റി നോക്കാം. കല്ലിൻ്റെ ഉള്ളിലങ്ങാതെ ഞണ്ടുണ്ട് ഓളി. ഒരു കല്ല് ഇളക്കി മാറ്റണം. ഇതെന്നാ അടിയിൽ അല്ല ഇതിലെന്തെല്ലാം ഉണ്ടല്ലോ. നല്ലോ ജീവിയുണ്ട് കേട്ടാ. എന്തെന്നാ ഇത്? ഒന്നും തിരിയുന്നില്ല കേട്ടാ. തറക്കണില്ലേ? എന്തെല്ലോ ജീവികളുണ്ട് അടിയിൽ പറ്റിയിട്ട്. ഞണ്ടിതാ ഞണ്ടെല്ലാം ഉണ്ട് കേട്ടാ. മറ്റേ ഈ അടിയിൽ കല്ലിൻ്റെ അടിയിൽ എന്നെ കടിക്കല മക്കളെ. വെറുതെ അല്ല, എല്ലാം കല്ലിൻ്റെ അടിയിൽ പോയി കൂടീന്, ഒളിച്ചുകൂടീന് തെണ്ടികൾ. വലിയ ഞണ്ടിനൊന്നും കാണില്ല. ഈ ഞണ്ടിനെ പെട്ടെന്ന് തിരിയില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ കളറായിരിക്കും ഞണ്ട്. അതുകൊണ്ട് ഈറ്റങ്ങളെ പെട്ടെന്ന് തിരിയില്ല. ഏതെങ്കിലും ഒരു കല്ലും കൂടി പൊന്തിച്ചോട്ടെ, വലുതുണ്ടാ നോക്കാം. ചെറിയ ചെറിയ കക്കകളാണ് ഉള്ളത്, വലിയ ഞണ്ടൊന്നുമില്ല. ഈ ബീച്ചിൽ അടിപൊളി കക്കകളുണ്ട് കേട്ടോ. അടിപൊളി നോക്കിയാൽ നല്ല നമ്മളെ അതിൻ്റെ ഇതിലെല്ലാം ഇടാം. നമ്മൾ മത്സ്യത്തിൻ്റെ അക്വേറിയത്തിലെല്ലാം ഇടാം. എന്നൊക്കെ അടിപൊളി ചെറിയ മറ്റേ അടിപൊളി ഉച്ചകൂടിയാണ്ട. എന്താ അടിപൊളി മത്സ്യത്തിൻ്റെ ഇതിലെല്ലാം ഇടാൻ പറ്റുന്ന ഉച്ചകൂടിയാണ്ട. അടിപൊളി കേട്ടാ. എല്ലാം അനക്കൊന്നും അതിൻ്റെ ഇതിലെ സാധനങ്ങളെല്ലാം ചത്തുപോയിട്ട് ഇത് പൊന്തിയിട്ട് തിരമാലൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കരക്കടിഞ്ഞതാണ്. എന്താണ് അടിപൊളി അടിപൊളി സാധനം കേട്ടോ. നമ്മളെ ഖത്തറിൻ്റെ അത്യാവശ്യം എല്ലാ ബീച്ചുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ എല്ലായിടത്തും ഇങ്ങനെ തിരമാലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉൾക്കടലായതുകൊണ്ട് തന്നെ തിരമാല ഭയങ്കര കുറവായിരിക്കും. നോക്കിയാൽ സൈലൻ്റായിട്ട് നോക്കിയാൽ ബീച്ചിന് അങ്ങോളം നടന്നു പോവുകയും ചെയ്യാം. വലിയ ആഴമൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പുറം മെയിൻ ഭാഗത്തെല്ലാം കുറച്ച് ആഴമെല്ലാം കൂടുതലുണ്ടാവും. ഇവിടെ ആഴമെല്ലാം കുറവാണ്. ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട്, ഒരു ഇതും ഇല്ലയെന്ന്. എന്താ പറയുക, സ്വന്തം റിസ്കിൽ എല്ലാം ഇറങ്ങി കുളിക്കുക, എന്ത് പണിക്ക് ചെയ്തോളാം, വേറെ ഒരു ഉത്തരവാദിത്തം ഇല്ലയെന്ന് ബോർഡും വെച്ചിട്ടുണ്ട്. ബീച്ചിൻ്റെ അടിയിൽ ഇതാ ചളിമണ്ണാണെന്നൊന്നും തോന്നും നമുക്ക് കാണുമ്പോൾ ദൂരേന്ന്. പക്ഷേങ്കിൽ ഒരുമാതിരി ഒരു പാറക്കല്ലാണ്. കാല് ഇത് ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ മുറിഞ്ഞു പോകും. അങ്ങനത്തെ ഒരുമാതിരി ഒരു കല്ലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഞണ്ടെല്ലാം വരാൻ പോയെന്ന് തണുപ്പിന് ഞണ്ടെല്ലാം പിടിക്കാൻ പോകാം. നമുക്ക് വേറൊരു സൈറ്റ് ഉണ്ട് ഞണ്ട് പിടിക്കാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിടിക്കാൻ പോയിട്ടുണ്ട്. വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ. എന്തായാലും ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയാണ്. പോകുമ്പോൾ നമുക്ക് പറ്റുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. അടിപൊളി. അവിടെ ഒരു ടീം ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങ് അടിച്ചതിനെ കുറേ ഇങ്ങോട്ട് ഒരു ജനറേറ്ററിൽ ഇന്നലെ ഓണാക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ട് നോടാ. ഒരു വണ്ടിയുണ്ട്, ഒരു കാരവാൻ ഉണ്ട്, ഒരു ബോട്ടുണ്ട്, ടെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സെറ്റപ്പ് ഉണ്ട്. ഇത് രാത്രി ഞാൻ കാണായിട്ടാന്ന്. ഇവിടെ അടിപൊളി റോഡുണ്ടല്ലോ. നമുക്കിനി ഈ റോഡ് ഇങ്ങോട്ട് പോവാം. അതാണ് അടിപൊളി. ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ. ഇവിടെ നല്ല നനഞ്ഞ മണ്ണ്, അതുകൊണ്ട് റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. സൂപ്പർ റോഡ്.
മരുഭൂമിയിൽ ഒട്ടകം മേഞ്ഞ് നടക്കുന്നുണ്ടോ. ഇവർക്ക് കയറില്ല, മൂക്കയറില്ല, ഒന്നുമില്ല. ഇങ്ങനെ വിശാലമായിട്ട് മേഞ്ഞ് നടക്കാൻ വിടുന്ന ഒരാളുണ്ട് ഒട്ടകത്തിൻ്റെ ഒപ്പരം. നമുക്ക് നോക്കാം ആരാണ്. ഒന്നിക്കൽ സുഡാൻ, ഇല്ലെങ്കിൽ നേപ്പാൾ, ഇല്ലെങ്കിൽ ഇന്ത്യ. ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ആളായിരിക്കും. മിക്കവാറും സുഡാനിലുള്ള ആളായിരിക്കും. കാരണം അവരാണ് ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ഉള്ള ഏരിയയിലെല്ലാം ഒറ്റയ്ക്ക് താമസിക്കലും ഇങ്ങനെ ഒട്ടകത്തിനെ നോക്കലല്ലോ അവരാണ് കൂടുതൽ. നേരെ ഒട്ടകത്തിനെ കാണാൻ പറ്റുന്നോട്ടെ. വെറുതെ ഇങ്ങനെ നടക്കൽ മാത്രം, വാക്കിങ്ങാ. എല്ലാം നോക്കുന്ന ഇതേതാ ഒരറിയാത്ത ഒരലവലാതി ആരാണെന്ന് ഇങ്ങനെ നോക്കുന്നില്ലാരും. മുത്തുമണികളെ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇവരെ നമ്മളടുത്ത് വരുന്നുണ്ട്. ഇരുട്ടിയെല്ലാം പോകുന്നുണ്ടല്ലോ. മുത്തോണി വരൂ. ഞാൻ തന്നെ റഷീദ്. എല്ലാരും ഇങ്ങോട്ടാ വരുന്ന കേട്ടാ. ക്യാമറ കണ്ടിട്ടാ എല്ലാരും എൻ്റെ അടുത്തേക്ക് വരുന്ന. ഒന്നുമില്ല മോനെ തരാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് എന്തിനാ വന്നിന്? ഒന്നുമില്ല, ഞാൻ തന്നെ റഷീദാണ്. ഒന്നും ചെയ്യാത്ത ആളാ. ഒന്നും ചെയ്യാത്ത ആളാ. വാലേക്കും സലാം. അൽഹംദുലില്ലാ സഹീർ. മസ്ബൂർ. കൈഫ് ഹാലക് എന്താ? وين مكان بلاد؟ السودان. ان شاء الله هذه ما في اكل ما في. وين رو؟ ഓക്കെ. ഒന്നിങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നതാ ഒരു. എന്താണ് നീ മാത്രമേ എടുക്കുന്നത്? നീ മാത്രമേ ഉള്ളൂ ബേക്കറി, ബാക്കിയെല്ലാവരും അങ്ങെത്തി. എന്താ നടക്കാൻ പറ്റുന്നില്ലേ? പോട്. അപ്പോൾ ഒട്ടകം അങ്ങോട്ട് പോയി. ഒരാളും ഉണ്ട് അതിനപ്പം. ഞാൻ പറഞ്ഞില്ല സുഡാനിലാണ് കേട്ടോ ചങ്ങായി. ഇങ്ങനത്തെ കാട്ടിൻ്റെ ഉള്ളിലെല്ലാം സുഡാനികളാണ് കൂടുതൽ വന്നിട്ട് അവർ ഒട്ടത്തിന് മേക്കലല്ലോ. എൻ്റെ വണ്ടി ഉള്ളത്. ഞാൻ നടന്ന് അങ്ങെത്തിപ്പോയി. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഇവിടെ ഒരു വലിയ ബിൽഡിങ് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്. പഴയ വീടുകളെല്ലാം ഉണ്ട്. പഴയ വീടുകൾ ഉള്ളതുകൊണ്ട് ബിൽഡിങ് കെട്ടിയിട്ട് അത് സംരക്ഷിക്കുന്ന ഞാൻ സംശയമുണ്ട് കേട്ടോ. അവിടെ ഒരു പഴയ വീടിൻ്റെ ഒരു തറയുണ്ട്. എന്നാ സംഭവം? ഇതാണ് കേട്ടോ അൽ ഖറൈജ് ബീച്ച്. അൽ ഖറൈജ് ബീച്ചിൻ്റെ അവിടെ സംഭവം എല്ലാം എന്തെല്ലോ സെറ്റപ്പെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിൽ കയറാൻ വിടും നോക്കാം. കുട്ടികൾക്ക് കളിക്കേണ്ട സാധനമുണ്ട്. ഇതെന്താണ് ഈ മരുഭൂമിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആക്കി വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ ഈ ഭാഗത്തൊന്നും ആൾക്കാരെയും കാണുന്നില്ല. എന്നാൽ സംഭവം ഒന്നും തിരിയുന്നില്ല. എന്തായാലും നമുക്ക് ഇത് ക്ലോസ് ആക്കീനല്ല. ഫാമിലികൾക്കുള്ള ബീച്ചാണ് ഫാമിലി ബീച്ച്. അത് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇതാണ് അൽ ഖറാജ് പബ്ലിക് ബീച്ച്. അവിടെ ഫാമിലി ബീച്ച് നദീനെ കേട്ടാ. ഇവിടെ പബ്ലിക് ബീച്ച്. ഇവിടെ ഡോഗിനെ കൊണ്ടുവരരുത്, കച്ചറരുത്, ചൂള ഇതാക്കരുതെന്നുണ്ട്. പക്ഷേ അവിടെ പ്രത്യേക ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ അടിപൊളി സെറ്റപ്പെല്ലാം ആക്കിയിട്ട് വാക്കിങ്ങിൻ്റെ സെറ്റപ്പ് ആക്കിന്. സ്പോർട്സ് ഏരിയ ഇവിടെ കളിക്കാനെല്ലാം ഉണ്ട് കേട്ടോ. സെറ്റപ്പ്. ഓഹോ, ഈ കാട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് ഏരിയ കേട്ടോ. മൊത്തം അടിപൊളി, കൊള്ളാം.
ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ബീച്ചാണ്. ഫുട്ബോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ സ്ഥലം അടിയുണ്ട്. നിങ്ങൾക്ക് ഗ്രില്ല് എല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെപ്പറേറ്റ് അവർ ചൂളയാക്കി വെച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. നോക്കി എത്രയാഴ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് വെച്ചിട്ട് നല്ല ഡിസൈൻ ആക്കിയിട്ട് മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഗോവാൻ്റെ ബീച്ചിൽ പോയ ഒരു ഫീലുണ്ട് കേട്ടോ. നമുക്ക് ബീച്ച് സൈഡിലേക്ക് പോയാൽ അങ്ങത്തോളം ഉണ്ട് കേട്ടോ. സൈലൻ്റ് ബീച്ച്, സൈലൻ്റായിട്ട് റഷില്ലാണ്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ഇതട്ടെ. കുറച്ച് ഓടി വരണം ഇങ്ങോട്ട്, ദോഹയിൽ നിന്ന് ഒരു 80-90 കിലോമീറ്റർ ഓടി വരണം. വന്നാലെൻ്റെ ബീച്ചിൻ്റെ വെള്ളം എങ്ങനെയുണ്ട് നോട്ട്, അടിപൊളി കുളിക്കാൻ പറ്റിയ വെള്ളം ഇവിടെയുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി ബീച്ചാണ് കേട്ടോ. അപ്പുറം വേറെ എന്തോ ഉള്ളിലേക്കുള്ള സംഭവം എല്ലാം ഉണ്ട്, അതെന്തോ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് അങ്ങ് അപ്പുറം ഉള്ളത്. ഈ ബീച്ചിൻ്റെ അത് ഈടം വരെ എൻ്റെ ഉള്ളൂ. അടിപൊളി ക്രിസ്റ്റൽ വെള്ളം. ഈ ബീച്ചിലേക്ക് വരാൻ വേണ്ടി അടിപൊളി റോഡും ഉണ്ട് കേട്ടോ. ഇത് റോഡ് ഞാൻ ഇന്നലെ വരുമ്പോൾ കണ്ട ഒരു റോഡ് കണ്ടില്ല. ആ റോഡ് ഈ ബീച്ചിലേക്കാണ് നിന്ന്. ഇവിടെയാണ് എൻ്റെ കേട്ടാ റോഡ്. അത് കഴിഞ്ഞ പാടം തന്നെയാണ് ബീച്ചുള്ളത്. അടിപൊളി. നമ്മളേതായാലും റോട്ടിൻ്റെ കൂടെ പോകുന്നില്ല, ഇതിലൂടെ പോകുമ്പോഴാണ് കാഴ്ചകൾ കാണാൻ പറ്റുക. നോക്കാം. ഞാൻ നേരെ സൽവാർ റോഡിലേക്ക് പോയെന്ന്. സൽവാർ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഇനി ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് എനിക്ക്. വഴിക്ക് ഒരു അടിപൊളി ഇതെല്ലാം കണ്ടില്ലായിരുന്നു, അതിപ്പോൾ വരുന്ന വഴിക്ക് കണ്ടിട്ടില്ല. എന്താ ചെയ്യുക, കാണിച്ചു തരാൻ പറ്റിയില്ല. നോക്കാം. അപ്പോൾ ഫൈനലി വീട്ടിലെത്തി. എന്താണ് കൂടുതൽ ഇങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ആദ്യമുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ റൂട്ട് മാറിപ്പോയി. എന്തായാലും വീട്ടിലെത്തി. അടിപൊളി. അന്നേരം അടുത്ത അടിപൊളി ഇതേപോലത്തെ കാഴ്ചകളുണ്ടാവും. വേറെ നല്ല കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് എൻ്റെ ഒരു പരീക്ഷണാർത്ഥം ആ ഒരു സ്ഥലം അറിയാത്ത സ്ഥലത്ത് പോയതാണ്. അടിപൊളി കാഴ്ചകളും വീഡിയോകളായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.